നീ അനുഭവിക്കും. ഇന്റെ അടുത്ത് നീ സംസാരിക്കാൻ വരരുത്. ഇത് നീ അനുഭവിക്കും. ഞാൻ ഈ വീട്ടിൽ ഇന്ന് വരെ ഒരാളെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ മനസ്സ് തട്ടിട്ട് ഉള്ളിൽ എരിഞ്ഞിട്ട് കണ്ണിന് വരണമെന്നുണ്ട്, വരാതെ ഞാൻ ഇതിന് ഈ ഓളെല്ലാം തോന്നിയാസത്തിന് കൂട്ടി നിൽക്കുന്നതിന് എന്ത് നീ അനുഭവിക്കും. ഇവിടുന്ന് പോകുന്ന ദിവസം പോലും നിന്നോട് സംസാരിക്കാൻ വരാത്ത ഒരാള് ഇന്ന് സംസാരിക്കാൻ വന്ന് എന്തിന് എന്ത് ഇത് പോകുന്ന ഒരു ദിവസം എന്റെ അടുത്ത് വരാത്ത ഒരാൾ ഇപ്പൊ എന്നെ നിന്റെ അടുത്ത് അത് നിങ്ങളുടെ എനിക്ക് പ്രശ്നം കൊണ്ട് ഞാൻ ഇത് ചെയ്തത്. നീയും അവളും തമ്മിലുള്ള പ്രശ്നം, അത് നിങ്ങളുടെ പ്രശ്നം. എന്തിനാണ് താക്കോല്? പാലിച്ചിരി എടുക്കാനാ. ഓൾറെഡി വേറൊരു പാക്കറ്റ് അതിനകത്ത് വെച്ചില്ല. ഇത്ര പെട്ടെന്ന് 2 പാക്കറ്റ് ഇരിപ്പില്ല. ഇതെന്താ പാലതിനകത്തില്ലല്ലോ, ഞാൻ നോക്കിയപ്പോ ഇല്ലായിരുന്നു. അതങ്ങനെ പാലെങ്ങനെ? ഒരു മിനിറ്റ്. അതല്ല, സ്ലിം പാലല്ല, നീലപ്പാലാണ്. അതാ കട്ടിപ്പാല്. അതില്ല, എന്നാ സ്ലിം ഇങ്ങട്. അല്ല അത് മറ്റേ തരും. ഇല്ല, അതില്ലെന്ന്. അടുത്തേക്ക് വരരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇത് ഫണ്ണല്ല. നിനക്ക് ഫണ്ണായിരിക്കും. വെറുപ്പ് വരുന്നു. ഞാൻ ചിരിക്കുന്നു സത്യമായിട്ട് എനിക്ക് ഉള്ളിലൊന്ന് വെച്ച് പുറത്ത് പറയാൻ എനിക്ക് അറിയൂല. എനിക്ക് നിന്നോട് വെറുപ്പ് വരുന്നു. കാരണം നീ എല്ലാത്തിനും ഇങ്ങനെ ചിരിച്ചേക്കുന്നത്. നിനക്ക് ഒരാൾ തെറ്റ് ചെയ്താൽ അത് നിനക്ക് ഓക്കെയാണ്, വേറൊരാൾ തെറ്റ് ചെയ്താൽ അത് നിനക്ക് ഓക്കെയാണ്, വേറൊരാൾ തെറ്റ് ചെയ്താൽ നിനക്ക് ഓക്കെയാണ്. എല്ലാം ഞാൻ അങ്ങോട്ടുള്ള പേഴ്സണൽ ഗ്രഡ്ജായിരിക്കും അല്ലേ? എനിക്ക് അവളുള്ള പ്രശ്നം കൊണ്ടിരിക്കില്ല. ഞാൻ ഇപ്പൊ അതങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രശ്നം കൊണ്ടിരിക്കില്ല. സിജോ ചേട്ടനോട് ഞാൻ ചെന്നപ്പോ ജോലി ചെയ്യാൻ പറഞ്ഞ എല്ലാം എന്റെ തലയിൽ കൊണ്ട്, അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിലത്തെ എല്ലാവരും എന്റെ തലയിൽ കേറുന്നില്ല. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞാൻ പറഞ്ഞത്. അതന്നെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം അത് നിങ്ങളുടെ പ്രശ്നം. ഞാനും അവളും തമ്മിലുള്ള പ്രശ്നം ഞങ്ങളുടെ പ്രശ്നം. മനസ്സിലായോ? അതെ, എന്റെ പ്രശ്നം കൊണ്ട് ഞാൻ നിന്റെ അടുത്തേക്ക് ഇതാക്കി. നിന്റെ ഫ്രണ്ടെ കാണാണ്ടല്ലോ ഇത് പറഞ്ഞത്. ഞാൻ നിന്നൊരു നീ ഇതിനെങ്ങനെയാണ് എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. ഇപ്പോഴും പറയാം, രശ്മിൻ നിനക്ക് സംസാരിക്കണമെങ്കിൽ വിളിച്ചോ, കൊണ്ടുപോയിക്കോ, സംസാരിച്ചോ, എന്താ വെച്ചാ നീ ചെയ്തോ, പോയിക്കോ. ഞാൻ വിളിച്ചു പറഞ്ഞെന്നുള്ള റീസൺ കൊണ്ട് ഞാൻ എന്റെ ദേഷ്യം തീർത്തുന്നല്ല നീ ഇപ്പൊ പറഞ്ഞേ. എനിക്ക് അവളുള്ള പ്രശ്നം കൊണ്ട് തന്നെയല്ലേ പറഞ്ഞ പോയിക്കോ, പോയിക്കോ, സംസാരിച്ചോ. ഞാൻ ഈ പവറിൽ കയറിയ ദിവസം മുതൽ അവൾ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നത് നീ കണ്ടിട്ടുണ്ട്. അവളെന്നോട് എങ്ങനെ പെരുമാറുന്നത് നീ കണ്ടിട്ടുണ്ട്. ഈ റൂമിൽ കയറിയിട്ട് പോലും എനിക്ക് എന്റെ ഇൻപുട്ട് കൊടുക്കാൻ പറ്റാത്തതിൽ ഞാനും അറ്റ് സം പോയിന്റ്സ് ഞാനും ഹേർട്ടാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇറങ്ങി ഈ പവർ കയറിയിട്ട് പോലും എന്നെ അവൾ എത്രത്തോളം ഇത് തുണി അവിടെ ഇതായത് പോലും എന്നെ ഇങ്ങനെ ഇതാക്കി അവൾ ചെയ്യുന്നുണ്ട്. അത് എനിക്ക് ഓളോടുള്ള പ്രശ്നം. ഓക്കെ, ഐ എഗ്രീഡ്. എനിക്ക് ഓളോടുള്ള പ്രശ്നം, ഐ എഗ്രീഡ്. ഓക്കെ, നീ മിണ്ടരുത്. എനിക്ക് നിന്റെ ഒരു സൈഡ് കേൾക്കണ്ട. എനിക്കൊന്നും കേൾക്കണ്ട. നിന്റെ ഒരു സൈഡ് എനിക്ക് കേൾക്കണ്ട. പിന്നെ നിന്നെ ഞാൻ കൺഫ്യൂസ് ചെയ്ത് നിന്റെ മറ്റേ ഫ്രണ്ട്സ് പറഞ്ഞ മാതിരി നിന്നെ ഞാൻ യൂസ് ചെയ്യുന്നു. ഓക്കെ, നീ വല്ലാതെ എന്നെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നിന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ നിന്നെ എന്താ പറയാ കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ നിന്നെ കുറെ നിനക്ക് ഞാൻ സ്പേസും തരുന്നില്ല, ഒന്നും ഇതാക്കുന്നില്ല. ഇപ്പൊ എനിക്ക് അവളോട് ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത് നിന്നെ വലിച്ചു കൊണ്ടുപോയി. കാരണം